സഹസംവിധായകനായി മലയാള സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ് വൈശാഖ്. പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് വൈശാഖ് എന്ന സംവിധായകനെ മോളിവുഡിന് ലഭിക്കുന്നത്. ചിത്രത്തിൽ മധുരരാജയായി മമ്മൂട്ടി കസറിക്കയറിയപ്പോൾ വൈശാഖ് എന്ന സംവിധായകനും അടയാളപ്പെടുകയായിരുന്നു. പിന്നീട് വൈശാഖ് ചിത്രത്തിനായി ഏവരും കാത്തിരിക്കാൻ തുടങ്ങി. വൈശാഖാണ് സംവിധായകനെന്ന് കണ്ടാൽ മിനിമം ഗ്യാരണ്ടി പ്രേക്ഷകന് ഉറപ്പായി. അക്കൂട്ടത്തിലേക്ക് ഒരു സിനിമ കൂടി എത്തുകയാണ് ടർബോ. പോക്കിരി രാജ, മധുരരാജ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ. മെയ് 23-ന് സിനിമ തിയേറ്ററുകളിലെത്തും. ഈ അവസരത്തിൽ വൈശാഖിന്റെ ഫിലിമോഗ്രഫി നമുക്കൊന്ന് നോക്കാം. 2010-ലാണ് പോക്കിരി രാജ റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടിയും അനിയനായി പൃഥ്വിരാജും തകർത്താടിയ ചിത്രം അന്ന് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. സീനിയേഴ്സ് ആയിരുന്നു വൈശാഖിന്റെ അടുത്ത ചിത്രം. 2011-ൽ പുറത്തിറങ്ങിയ സീനിയേഴ്സിൽ ജയറാം, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാളത്തിന് ലഭിച്ച മല്ലു സിംഗ് ആയിരുന്നു വൈശാഖിന്റെ പിന്നീട് വന്ന ചിത്രം. കുഞ്ചാക്കോയും ഉണ്ണിയും ഗസ്റ്റ് റോളിലെത്തിയ ആസിഫ് അലിയും തകർത്തഭിനയിച്ച ചിത്രം ഉണ്ണി മുകുന്ദന്റെ കരിയർ ഹിറ്റ് തന്നെയായിരുന്നു. പിന്നെ വന്നത് ദിലീപ് നായകനായി എത്തിയ വൈശാഖ് ചിത്രം സൗണ്ട് തോമയായിരുന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. വിശുദ്ധൻ, കസിൻസ് എന്നിവയായിരുന്നു പിന്നീട് വൈശാഖിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമകൾ. ഇവയ്ക്ക് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ക്ഷീണമെല്ലാം മാറ്റിയത് പുലിമുരുകന്റെ വരവോടെയാണ്. മോഹൻലാൽ മുരുകനായി കസറിക്കയറിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയെന്ന് മാത്രമല്ല, മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രമെന്ന ഖ്യാതി കൂടി നേടിയിരുന്നു. മുരുകന് ശേഷമാണ് പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടി വിളയാടിയ ചിത്രവും സൂപ്പർ ഹിറ്റായെങ്കിലും 100 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ശേഷം ഇറങ്ങിയ നൈറ്റ് ഡ്രൈവും മോൺസ്റ്ററും വേണ്ടത്ര പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചില്ല. പ്രത്യേകിച്ച് മോൺസ്റ്റർ. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വൻ ഹൈപ്പിലാണ് എത്തിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ടു. മുന്നേ പറഞ്ഞ 10 സിനിമകൾക്ക് ശേഷം എത്തുന്ന വൈശാഖ് ചിത്രമാണ് മമ്മൂട്ടിയുടെ ടർബോ. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ നിർമ്മാണ സംരംഭം കൂടിയായ സിനിമയിൽ രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിയും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. എല്ലാം ഒത്തുവന്നാൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയാകും ടർബോ എന്നാണ് പ്രേക്ഷക വിലയിരുത്തൽ.